നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. സഭയിൽ സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിപക്ഷം. പോറ്റിയെ കേറ്റിയെ പാരഡിയുമായി ബാനർ. ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് ഉത്തരം മതിയാകാതെ വന്നാൽ ഉയർത്തി പ്രതിരോധിച്ച ഭരണപക്ഷം. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സാർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുകളുണ്ട് സാർ. സ്വർണ്ണക്കൊള്ളയിൽ ആരോപണം സോണിയാഗാന്ധിയിലേക്ക് തിരിക്കുന്ന CPMനെ പ്രതിരോധത്തിലാക്കി കടകംപള്ളി സുരേന്ദ്രൻ. അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി കളങ്കിതനെ വിളിച്ചു വീട്ടിൽ കയറ്റില്ല എന്ന് കടകംപള്ളി. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലൊരു വ്യക്തിത്വം കളങ്കിതനായിട്ടുള്ള ഒരാളെ തന്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല, അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ പറഞ്ഞോട്ടെ. അതെ, കൂടെയുള്ള ഇത് ചിത്രത്തിൽ കാണുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ. മുൻ ദേവസ്വം മന്ത്രിയുടെ നീക്കം തനിക്കെതിരായ നീക്കത്തിന്റെ ശക്തി കുറയ്ക്കാൻ. കടകംപള്ളിയും രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുള്ള ഫോട്ടോയും പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. ദൈവത്തെ കൊള്ളയടിച്ചവരല്ലേ എന്ന ചോദ്യവുമായി കോടതി. തന്ത്രി കണ്ഠരര് രാജീവരരെ ഒരു ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കണ്ണൂർ തൈയിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവ്. 1 ലക്ഷം രൂപ പിഴയും നൽകണം. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു. ദീപകിനെതിരായ മൊഴി ആവർത്തിച്ച ഷിംജിത. ദീപക് അപമാനിച്ചുവെന്നും ലൈംഗിക അതിക്രമം തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. CPM CPI വോട്ടുകൾ കിട്ടിയില്ലെന്ന് കേരള കോൺഗ്രസ് എം വിമർശനം. ഉയർന്നത് കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ. CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്തുൾപ്പെടെ കേരള കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ല. ലത്തീൻ സഭാ നേതാക്കളെ കണ്ട് ജോസ് കെ മാണി. ഇന്ത്യയുമായി നല്ല വ്യാപാര കരാർ വരുമെന്ന് ട്രംപ്. നരേന്ദ്രമോദി മികച്ച നേതാവെന്ന ആവർത്തനം. യൂറോപ്പുമായുള്ള ചുങ്കപ്പോരിൽ അയഞ്ഞ് അമേരിക്ക. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ബലം പ്രയോഗിക്കില്ല എന്നും ഡൊണാൾഡ് ട്രംപ്. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള രഥയാത്ര ഇന്ന് തിരുനാവായയിൽ. തമിഴ്നാട് അനുമതി നിഷേധിച്ച യാത്ര ആരംഭിച്ചത് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന്. രഥയാത്ര ശ്രീചക്ര മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയതിൽ മൊഴി ആവർത്തിച്ച് പ്രതി ഷിംജിത. ദീപക് അപമാനിച്ചുവെന്ന് ഷിംജിത അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു. ലൈംഗിക അതിക്രമം തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഷിംജിത ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഈ ഷിംജിതയെ കൂടുതലായി ചോദ്യം ചെയ്യുകയാണ്, തെളിവുകൾ ശേഖരിക്കുകയാണ് SIT എന്ന് പ്രത്യേക സംഘമെന്ന് മനസ്സിലാക്കുന്നു. അവർ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? രഞ്ജിത്ത്, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ദീപകിന്റെ ആത്മഹത്യയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ആദ്യം ഷിംജിതയെ ചോദ്യം ചെയ്ത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. അന്ന് നൽകിയ മൊഴിയിൽ ബസ്സിൽ വെച്ച് തന്നോട് അപമര്യാദയിൽ പെരുമാറി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ഒരു മൊഴിയാണ് ഷിംജിത നൽകിയത്. ഒപ്പം ഈ സമൂഹത്തിൽ പലയിടങ്ങളിലായി ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്നു. അത്തരത്തിൽ ഒരു പ്രതിരോധം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഉദ്ദേശിച്ചാണ് താൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന വിശദീകരണമാണ്
ഷിഞ്ചിതയുടെ ഭാഗത്തു നിന്നും നൽകിയത്. അന്ന് ഈ മൊഴി എടുത്ത ശേഷം ഷിഞ്ചിതയെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കുകയും ഇന്നലെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ചില അസ്വാഭാവികമായ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന വിമർശനമാണ് ഉയർന്നത്. കാരണം ഒന്നരോടുകൂടി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. പിന്നീട് 4-ഓടുകൂടി കുന്നമംഗലത്തെ കോടതിയിൽ എത്തിക്കുകയും പെട്ടെന്ന് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം അത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വൈദ്യപരിശോധന കിടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് കോടതിയിൽ കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമം ഉണ്ടാവുക. ഇവിടെ ഈ അഭിഭാഷകൻ പോലും ഈ അറസ്റ്റ് കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി മറ്റൊരു അഭിഭാഷകനെ കുന്നമംഗലം കോടതിയിൽ ഏർപ്പാടാക്കിയായിരുന്നു. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള വിശദാംശങ്ങൾ ഇതുവരെ അഭിഭാഷകർക്ക് പോലും ലഭ്യമായിട്ടില്ല. ഇന്നിപ്പോൾ ജാമ്യ ഹർജി കോടതിയിൽ നൽകുന്നുണ്ട്. അത് ഉച്ചതിരിഞ്ഞ് പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനോട് റിപ്പോർട്ട് തേടിയ ശേഷം അടുത്ത ദിവസത്തേക്ക് ഈ ഹർജി മാറ്റുന്നതിന് തന്നെയാണ് സാധ്യത. ഒപ്പം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഇപ്പോഴും പോലീസ് കൃത്യമായ ഒരു രഹസ്യാത്മകത ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ആരും ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും നൽകുന്നില്ല. ചോദ്യങ്ങളോട് പ്രതികരിക്കണമെന്നില്ല. എന്തിനാണ് ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രതിഭാഗത്തിന് പോലും റിമാൻഡ് റിപ്പോർട്ട് നൽകാതെ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും കസ്റ്റഡിയിലായ ശേഷം നടത്തിയ ചോദ്യം ചെയ്യലും ഷിഞ്ചിത ആവർത്തിക്കുന്നത് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നു, പോലീസിൽ പരാതിപ്പെടുന്നതിനുള്ള ആലോചനകളൊക്കെ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ മറുഭാഗത്തു നിന്നും കേസ് വന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നും പറയുന്നു. ഷിഞ്ചിതയുടെ ഫോണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ദീർഘമായ ഒരു വീഡിയോ ആണോ ചിത്രീകരിച്ചത്, അതോ ലഘുവായ ഒരു വീഡിയോ ആണോ ചിത്രീകരിച്ചതെന്ന പരിശോധന ഉണ്ടാവും. ഒപ്പം ചിത്രീകരിച്ച വീഡിയോയിൽ എന്തെങ്കിലും എഡിറ്റിംഗ് നടത്തി സ്ലോ മോഷനിലും മറ്റും ആക്കിയാണോ ഈ അപ്ലോഡ് ചെയ്തത് എന്ന കാര്യവും പരിശോധിക്കും. എന്തായാലും വിശദീകരണ വീഡിയോ അടക്കം വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് നടപടികൾക്കെതിരെ കുടുംബമടക്കം രംഗത്തെത്തിയിരുന്നു. ആദ്യം മുതൽ ഒരു മെല്ലപ്പോക്ക് നിലപാടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. പിന്നീട് ഒരു VIP പരിവേഷം നൽകിയാണ് ഷിഞ്ചിതയെ കസ്റ്റഡിയിലെടുത്തതെന്നും പറയുന്നു. നിലവിൽ മഞ്ചേരി ജയിലിലാണ് ഷിഞ്ചിത ഉള്ളത്. കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷമാവും അനുബന്ധ നടപടികൾക്കായി പോലീസിന് അവരെ വിട്ടു നൽകുക. അതാണ് സാഹചര്യം. ഏതായാലും അവർ കസ്റ്റഡിയിൽ അവരെ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവ്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും നൽകണം. കുഞ്ഞുങ്ങളോടുള്ള അമ്മമാരുടെ സ്നേഹം അനന്തമാണെന്നും നിർഭാഗ്യവശാൽ ഇവിടെ അമ്മ സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതായും ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികൾ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ഈ ശരണയുടെ, അതായത് 1-ാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്, ഡെത്ത് സെന്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കുന്നു. ഫസ്റ്റ് പേജിൽ തന്നെ മധുസൂദൻ നായരുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് സാർ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പേ മറ്റൊരു കേസിലും സാർ അത്തരത്തിലുള്ള കവിത ഇതാക്കിക്കൊണ്ട് തന്നെയാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ, സവിശേഷമായ ചില കാര്യങ്ങൾ, സമീപകാല സംഭവവികാസങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. മറ്റെന്തൊക്കെ പരാമർശങ്ങൾ നടത്തി? വിധിന്യായത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്തെ, അങ്ങേയറ്റം വൈകാരികമായ നിമിഷമായിരുന്നു തളിപ്പറമ്പ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയുന്ന ഇന്നുണ്ടായത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്, അതായത് വൈകാരികമായ ഇത്തരത്തിലുള്ള വാക്കുകൾ, അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടിക്കായിരിക്കും ഭാരം കൂടുതലെന്ന അമേരിക്കൻ നോവലിസ്റ്റിന്റെ വരികളൊക്കെ ഉദ്ധരിച്ചാണ് ഈ വിധി പ്രസ്താവം ഉണ്ടായത്. അതായത് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. 1 ലക്ഷം രൂപ ഇതിൽ ഈ ശരണ്യയുടെ ഭർത്താവ്
പ്രണവ്, അതായത് ഈ കേസിൽ ശരണ്യ കൊടുക്കാൻ പദ്ധതിയിട്ട ഭർത്താവ് പ്രണവിന് കൊടുക്കാനും കോടതി വിധിച്ചിരിക്കുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഈ സംഭവം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശരണ്യ ഈ വിധിന്യായം കേട്ടത്, ഇന്നത്തെ വിധിന്യായം കേട്ടത്. ഇതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ നമ്മൾ ബൈറ്റ് പ്ലേ ചെയ്ത പോലെ തന്നെ ഈ സംഭവം അംഗീകരിക്കുന്നു, ഇതിൽ വിധി അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ വിധിന്യായം ഇതുവരെ പൂർണ്ണമായ വിധിന്യായം വന്നിട്ടില്ല. അത് പരിശോധിച്ചതിന് ശേഷം അപ്പീൽ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം നിതിൻ എന്ന് പറയുന്ന ഇതിലെ രണ്ടാം പ്രതി ഈ ശരണ്യയുടെ കാമുകനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. അതിലും ആ കാര്യത്തിലും ഇതിൽ അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങേയറ്റം വൈകാരികമായ നിമിഷമായിരുന്നു കോടതിയിൽ ഈ വിധി പറയുന്ന സമയത്ത് ഉണ്ടായെന്ന് പറയേണ്ടി വരും. അമ്മമാരുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, പക്ഷേ ഈ കേസിൽ അത് ഉണ്ടായിട്ടില്ല എന്നും ജഡ്ജ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ശരണ്യയുടെ പ്രായം 27 വയസ്സാണ് ഇവർക്ക് പ്രായം. ആ പ്രായം പരിഗണിച്ചും അതോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന നാളുകളിലുള്ള സ്വഭാവം അതും പരിഗണിച്ചാണ് ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാതെ ഇത്തരത്തിൽ ജീവപര്യന്തം തടവിൽ മാത്രം ശിക്ഷ വിധിച്ചത്. പ്രധാനമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായത് വധശിക്ഷ തന്നെ നൽകണം, അത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ്. എന്തായാലും അത് ഈ പ്രായം പരിഗണിച്ചും അതോടൊപ്പം ഏതായാലും ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മാർച്ചാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തത്സമയ ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, സഭയ്ക്കകത്ത് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നു. ചോദ്യോത്തരവേള സ്തംഭിച്ചു, സഭ നിർത്തിവെച്ചു. പുറത്തും സമാനമായ പ്രതിഷേധം, അബിൻ വർക്കിയെയൊക്കെ മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശബരിമല സ്വർണ്ണക്കൊളയിൽ പ്രക്ഷുബ്ധമായ സഭാ നടപടികൾക്ക് തൊട്ട് പിന്നാലെയാണ് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി പ്രവർത്തകർ നിയമസഭാ കവാടത്തിനരികിലേക്ക് എത്തിയത്. ബാരിക്കേഡ് തീർത്ത് സ്റ്റേഡിയത്തിന് സമീപം പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുകളിൽ കയറി പ്രതിഷേധിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇതോടെയാണ് പ്രവർത്തകർ വടിയും കല്ലുമായി പോലീസിന് നേരെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുമ്പ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ചിതറി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ചിതറി മാറിയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇരുവശങ്ങളിലായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തം ഈ സമരത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയത്തിനകം ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു സംഘർഷകരമായ സാഹചര്യത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ മാറാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഗതാഗതം അടക്കം മറുവശങ്ങളിലൂടെ വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യും.
ഇപ്പോഴും പ്രതിഷേധം പ്രകടനം തുടരുകയാണ് അവിടെ. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം അവിടെ എത്തുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇന്ന് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളും മറ്റുമായാണ് അവിടെ എത്തിയത് പ്രതിപക്ഷം. ഇപ്പോൾ സഭയ്ക്ക് പുറത്തും സംഘർഷാവസ്ഥ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണ്. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് വേണം കരുതാൻ. ഈ സമരക്കാരെ അഭിസംബോധന ചെയ്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അബിൻ വർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഈ സമരരംഗത്ത് ഉണ്ട്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന്, നമുക്കറിയാം ഈ ആവേശം ഇത് തെരഞ്ഞെടുപ്പ് കാലം വരെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. CPI നേതാക്കളൊക്കെ ജയിലിലായ പശ്ചാത്തലമുണ്ട്. ആ തരത്തിൽ തന്നെ വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധം പ്രതീക്ഷിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണോ ഈ വിഷയങ്ങൾ ചർച്ചയായത്, അത് ഏത് തരത്തിലാണോ രാഷ്ട്രീയമായി ഗുണമുണ്ടാക്കിയത്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയൊരു വിഷയമാക്കി ഉയർത്തിക്കാണിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം ഇങ്ങനെ കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സമാനമായ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ വലിയ തരത്തിൽ ഒരു പ്രചാരണ വിഷയമാക്കി വരുന്ന ആഴ്ചകളിലും തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതായത് സഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ നിയമസഭയിലേക്ക് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതിനെ കൃത്യമായി രാഷ്ട്രീയമായി UDF ഗുണകരമാകുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് പോലും നോട്ടീസ് നൽകാതെ സ്വർണ്ണക്കൊള്ള വിഷയം സഭയിൽ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നത് പോലെ ചർച്ചയാക്കി മാറ്റാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതും അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന മാർച്ച്. നിയമസഭാ കവാടത്തിന് സമീപം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കേസിൽ പ്രതികളായ ഇടത് നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുകയാണ്. അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്, SITയുടെ അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ നിയമസഭാ കവാടത്തിനരികിലേക്ക് എത്തിയിരിക്കുന്നത്. മാറ്റിക്കുഴൽ നാടൻ MLA ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകർക്കരികിലേക്ക് എത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. അങ്ങനെ ഇത് സഭയ്ക്കകത്തും പുറത്തും ഒരേപോലെ ഈ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പരമാവധി രാഷ്ട്രീയ ആയുധമാക്കി അതിനെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയതിനെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ച്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നിയമസഭയിലേക്കുള്ള മാർച്ച് ഇപ്പോഴും നടക്കുകയാണ്. വലിയ പ്രതിഷേധ പ്രകടനം അവിടെയുണ്ട്. ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ, ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ മാർച്ച് പോലീസ് തടയുന്നു. പക്ഷേ പ്രവർത്തകർ അവിടെ സംഘടിച്ചു നിൽക്കുന്നു, അവർ പിരിഞ്ഞു പോകുന്നില്ല. വനിതാ പ്രവർത്തകരടക്കം അവിടെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം ഇന്ന് രാവിലെ മുതലുണ്ടായിരുന്നു. ഇപ്പോൾ സഭയ്ക്ക് പുറത്തേക്കും കോൺഗ്രസിൻ്റെ സംഘടനാപരമായി ഈ മാർച്ച് വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ സമാനമായ തരത്തിലുള്ള പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണ്.
പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഈ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വന്നിരിക്കണം. തൊട്ടപ്പുറത്തുള്ള സഹപ്രവർത്തകർ ഇങ്ങോട്ട് തന്നെ കടന്നു വരണം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകർ ഇങ്ങോട്ട് കടന്നു വരേണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ സമരപടന്മാരും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അല്പസമയത്തിനകം ഇവിടേക്കെത്തും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഹലോ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷനിലേക്ക് എല്ലാവരും ഇവിടെ ഒരു സ്പീക്കറുണ്ട്. ഇവിടെ വെള്ളം ഇതുണ്ട്, സ്പീക്കറുണ്ട്. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് വൈഡായിട്ട് നീങ്ങുമല്ലോ. ഇപ്പൊ തൽക്കാലം കയ്യിൽ വെച്ചോ, ഇതുണ്ടെങ്കിൽ അത് മതി. സൈഡിനില്ലേ, സൈഡിലോട്ട് പോട്ടെ, സൈഡിലോട്ട് അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇപ്പോഴും സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് വരും എന്നും പ്രതീക്ഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകണം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ നിയമസഭയും ഇന്ന് സ്തംഭിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷവും ഭരണപക്ഷവും പാരടിയും മറുപാരടിയുമായി കൊമ്പുകോർത്തു. SITക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. എന്നാൽ അടിയന്തര പ്രമേയത്തിന് തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന് ഭയമെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഓർഡർ പ്ലീസ്. ചരമോപചാരം അത് കഴിഞ്ഞോട്ടെ. സർ, കഴിഞ്ഞ സഭയിലും ചരമോപചാരം വായിച്ചോട്ടെ, അത് കഴിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കായി സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ നാടകീയമായ സംഭവങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയായിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് എത്തിയത്. ആദ്യം ചരമോപചാരം അർപ്പിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്ന് സ്പീക്കർ അറിയിച്ചതോടെ അല്പസമയത്തേക്ക് രംഗം ശാന്തമായി. പിന്നീട് ചരമോപചാരം അർപ്പിച്ച തുടർ നീക്കങ്ങളിലേക്ക് സഭ കടക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുമ്പോട്ട് പോവുകയാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടത്. സർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി, കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു. സാർ, ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുന്നു. നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ ചന്ദ്രശേഖരൻ. പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനടുത്തേക്ക്
പ്ലക്കാർഡുകളും ബാനറുകളുമായി എത്തുകയായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് നടന്ന പ്രതിഷേധം ആദ്യം സഭാ TV-യിൽ സംപ്രേഷണം ചെയ്തില്ല. പിന്നീട് പ്രതിഷേധം കനത്തതോടെയാണ് സഭാ TV-യിൽ അല്പമായെങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. അതിനു പിന്നാലെ മന്ത്രി MB രാജേഷ് പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. തങ്ങളുടെ പക്കലും ചിത്രങ്ങളുണ്ട്, പ്രതിപക്ഷം ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഭരണപക്ഷവും അങ്ങനെ തന്നെ ചെയ്യാൻ നിർബന്ധിതരാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. സാർ, ഈ ചോദ്യം UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് വെക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. പ്രക്ഷുബ്ധമായ സാഹചര്യത്തിനിടയിൽ സബ്മിഷൻ അടക്കമുള്ള നടപടികളുമായി ഭരണപക്ഷം മുമ്പോട്ട് പോയെങ്കിലും തുടർന്ന് പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സഭാ നടപടികൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്ന് സഭയെ അറിയിച്ചു. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കുമല്ലോ. പിന്നാലെ സഭ പിരിയുന്നതായും വരുന്ന 27-ാം തീയതി വീണ്ടും സഭ സമ്മേളിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് പ്രതിഷേധം, സഭയ്ക്കകത്തുള്ള പ്രതിഷേധം അവസാനിച്ചത്. തുടർന്ന് ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരേപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന അസാധാരണമായൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം പ്രതിപക്ഷമാണ് മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്കിറങ്ങാൻ നീക്കം നടത്തിയതെങ്കിലും അവർക്ക് മുമ്പേ നാടകീയമായി ഭരണപക്ഷാംഗങ്ങൾ KK ശൈലജയുടെ നേതൃത്വത്തിൽ പുറത്തേക്കെത്തി. പുറത്ത് എത്തിയതിനു ശേഷം അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരായിരുന്നല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചയ്ക്കെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പിൻവാങ്ങി. അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF-ലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിപക്ഷ MLA-മാരുടെ നേതൃത്വത്തിലുള്ള സംഘം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തെത്തി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് SIT-ക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന വിമർശനവും പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ചു. SIT-യുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ 2 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുന്ന വേളയിൽ സഭയ്ക്കകത്തും വലിയൊരു പ്രചാരണ വിഷയമാക്കി സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് അതേ നാണയത്തിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷവും മുദ്രാവാക്യം വിളികളും പ്രതിഷേധവുമായി സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ സ്ഥിതി സഭയിൽ അരങ്ങേറുമെന്ന് തന്നെയാണ് വിവരം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഏക വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കം, അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് UDF മുമ്പോട്ട് വെക്കുന്നതെന്നാണ് സൂചന. കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുള്ള ഫോട്ടോ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ ഉപഹാരം നൽകുന്ന ഫോട്ടോയാണ് പുറത്തു വന്നത്. അന്ന് കടകംപള്ളി ദേവസ്വം മന്ത്രിയും രാജു എബ്രഹാം MLA-യുമായിരുന്നു. വിഷയത്തിൽ വിശദീകരണവുമായി കടകംപള്ളി രംഗത്ത് വന്നു. ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത്. സന്ദർശന വേളയിൽ യാതൊരുവിധ സമ്മാനങ്ങളും കൈപ്പറ്റിയിട്ടില്ലെന്നും കടകംപള്ളി പറഞ്ഞു. അതേസമയം സഭയിൽ ഭരണപക്ഷം സോണിയാഗാന്ധി പോറ്റി ചിത്രം ആയുധമാക്കുമ്പോൾ വ്യത്യസ്ത നിലപാടാണ് കടകംപള്ളി സ്വീകരിച്ചത്. കളങ്കിതനാണെന്നറിഞ്ഞാൽ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ലെന്നാണ് പ്രതികരണം. കളങ്കിതനായിട്ടുള്ള ഒരാളെ തന്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല, അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ പറഞ്ഞോട്ടെ. അതെ, കൂടെയുള്ള ഇത് ചിത്രത്തിൽ കാണുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ പറയുന്നതിൽ എന്താ കുഴപ്പം?
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നമെന്ന് മന്ത്രി വി എൻ വാസവൻ. പഴയത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷത്തിന് കുഴപ്പമുണ്ടായത്. കള്ളന്മാർ ജയിലിലും സ്വർണം തിരികെ അയ്യപ്പനും ലഭിക്കുന്ന നിലയിൽ അന്വേഷണം എത്തും. കള്ളന്മാരെ എല്ലാം പിടിച്ച് ജയിലിലിടും. സ്വർണം തിരിച്ച് അയ്യപ്പന് കൊടുക്കുമെന്നും വി എൻ വാസവൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിഷമയിപ്പച്ചിലുണ്ടാകുന്നതിന്റെ കാര്യം നല്ല രൂപത്തിൽ അതിന്റെ അന്വേഷണവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമപരമായി അതോടൊപ്പം തന്നെ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു. അതിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോൾ ഞാനത് എഴുതി കൊടുത്ത് ഇങ്ങനെ അന്വേഷണം വേണം, അപ്പോൾ പഴയതുകൂടി അന്വേഷിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പഴയത് മുതൽ 25 വരെ. അപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കോൺക്രീറ്റ് കൊടിമരം ചെതറിപിരിച്ചു ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്ത കൂട്ടരും മറ്റാളുകളും ഒക്കെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷമത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അത് പാകാണ്. കൃത്യമായി കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിലും സ്വർണം ശബരിമല അയ്യപ്പനും കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു. ഹർജിയിൽ ഇടപെടാനും കോടതി തയ്യാറായില്ല. 3 മിനിറ്റ് മാത്രമാണ് കോടതി കേസ് പരിഗണിച്ചത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നുവെന്നും കൊള്ളയിൽ പങ്കില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും കണക്കിലെടുക്കണമെന്നുമായിരുന്നു വാസുവിന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത്. കട്ടിലപ്പാളി ദ്വാരപാലക കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസമായെന്നും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നുമാണ് ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് SIT കസ്റ്റഡിയിൽ. കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളടക്കം തന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിലും കോടതി നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് രാജീവരെ ഇപ്പോൾ 1 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിട്ടിരിക്കുന്നത്. 1 ദിവസത്തേക്ക് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ കസ്റ്റഡിയിലേക്ക് അപേക്ഷ നൽകിയതും കോടതിയിൽ. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം മാത്രമല്ല, ഈ ഒരു കട്ടിളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെ അടക്കം പാളികൾ ഇവിടെ നിന്നും കൊണ്ടുപോയി ചെന്നൈയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിയുടെ അറിവ് എത്രത്തോളമുണ്ട്, ഈ ഒരു ഗൂഢാലോചനയിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ടോ, അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാജിവാഹനം കൈമാറിയത്. അത് ചട്ടപ്രകാരം തന്നെയാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ഇയാളുടെ, അതായത് രാജീവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു രാജീവരുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലും സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. എന്തൊക്കെ രേഖകളാണ് കൈവശപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായി ഒരുപാട് വർഷക്കാലം ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അയാളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുരാരി ബാബുയുടെ ജാമ്യാപേക്ഷയിൽ വാദം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം 90 ദിവസം പിന്നിട്ടു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യത്തിന് താൻ അർഹനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയെ മുരാരി ബാബു സമീപിച്ചത്. അതിൽ ഇന്ന് വാദം പൂർത്തിയായി. നാളെ ഇക്കാര്യത്തിൽ കോടതി വിധി പറയും. അതായത് ജാമ്യം നൽകുകയോ ഇല്ലയോ എന്ന കാര്യത്തിൽ നാളെയായിരിക്കും കോടതി തീരുമാനം അറിയിക്കുക. എന്ന് തന്നെയാണെങ്കിലും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൂടുതൽ പേർക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സ്വാഭാവിക ജാമ്യത്തിനടക്കം സാഹചര്യം ഒരുങ്ങി വരുന്നു. അതിനു മുൻപ് തന്നെ, അതായത് ഇത്തരത്തിലുള്ള ജാമ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പ്രാഥമിക കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് തന്നെയായാലും 1 ദിവസത്തെ ഈ ഒരു തന്ത്രിയുടെ കസ്റ്റഡിയിൽ കൂടുതൽ വിവരങ്ങൾ തന്ത്രിയിൽ നിന്നും ആരായാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എ പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു എന്നിവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടി തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാൻ നീക്കമുണ്ട്. രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യും.
ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഇ.ഡി. അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയെ തുടർന്ന് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ 8 സ്വത്തുക്കൾ കണ്ടുകെട്ടാനും മരവിപ്പിക്കാനുമെല്ലാം തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം അടുത്ത പ്രതികളിലേക്ക് കൂടി ഇ.ഡി. കടക്കുകയാണ്. ഇതനുസരിച്ചുകൊണ്ട് പത്മകുമാറിന്റെയും അതോടൊപ്പം തന്നെ മുരാരി, ബാബു, വാസു എന്നിവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് ഇ.ഡി. കടക്കുന്നത്. പ്രാഥമികമായി ഇതിനുള്ള ഒരു ശേഖരണവും അതോടൊപ്പം തന്നെ ഇവരുടെ സ്വത്തുക്കളുടെ ഉള്ള ആസ്തി വിവരവും എല്ലാം തന്നെ ഇ.ഡി. ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടായി നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അതിൻ്റെ ഒരു മൂല്യമടക്കമുള്ള കാര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും ഇ.ഡി. കടക്കുക. ഇ.ഡിയുടെ ഒരു പ്രാഥമികമായൊരു നടപടിയാണത്. സ്വത്ത് മരവിപ്പിക്കുക, തുടർന്ന് അത് സ്ഥിരമായി അതിൻ്റെ കണ്ടുകെട്ടൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നതാണ് ഇ.ഡി. അനുവർത്തിക്കുന്ന രീതി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ സ്വത്തുക്കളുടെ ഒരു പ്രാഥമിക വിവരശേഖരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത്. തുടർന്ന് നോട്ടീസ് നൽകിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം മരവിപ്പിക്കുക എന്ന രീതിയിലേക്കും ഇ.ഡി. കടക്കുന്നത്. പ്രാഥമികമായി ഇ.ഡി. അനുമാനിക്കുന്നത് ഇവർക്കെല്ലാവർക്കും തന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ വലിയ രീതിയിലുള്ള പങ്ക് ഇവർക്കുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ പ്രധാന പ്രതികൾ എല്ലാവരും തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ.ഡി. കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ചില നിർണായക രേഖകളടക്കം കണ്ടെടുക്കുകയും ചെയ്തു. അത് സ്വർണം ചെമ്പാക്കി മാറ്റുന്നു എന്ന രീതിയിലടക്കമുള്ള രേഖകളാണ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെയും മറ്റു ആളുകളുടെ വസതിയിലും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിലും അനുബന്ധമായ വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണ്ണ കട്ടികളടക്കം ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധന തുടരുകയാണ്. കൃത്യമായ വിവരങ്ങൾ ഇക്കാര്യങ്ങളിൽ ഇതിൻ്റെ ഉടമസ്ഥർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഏതായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഇ.ഡി. കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വന്നതോടുകൂടി ഇതിൻ്റെ ഒരു മാനം വലിയ രീതിയിൽ തന്നെ മാറുകയാണ്. കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നു ചേർന്നിട്ടുള്ള പണം മറ്റുള്ളവരിലേക്കും ചെന്നിട്ടുണ്ട്. ഇവരുടെ അടുപ്പമുള്ളവരിലേക്ക്, അവരുടെ സ്ഥാപനങ്ങളിലേക്ക് അടക്കം ചെന്നിട്ടുണ്ട് എന്നതാണ് ഇ.ഡി. അനുമാനിക്കുന്നത്. ഇത് വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കണ്ടുകെട്ടൽ നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇ.ഡി. കടന്നിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും തുടരുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇ.ഡിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ അത് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നേക്കും. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ, വിവിധ സംഘടനകൾ തമ്മിൽ ഐക്യം വേണം, അത് മറ്റുള്ളവരെ അപരവൽക്കരിച്ചാവരുത്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാണ് ഒരാൾ പറയുന്നത്. എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ എന്തെങ്കിലും കിട്ടാൻ? ഏതെങ്കിലും സംഘടനകൾ വർഗീയത തട്ടിവിട്ടാൽ മുഖ്യധാരാ പാർട്ടികൾ അത് ഏറ്റെടുക്കരുതെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് ഒരാൾ പറയണമെങ്കിൽ ഞങ്ങൾ വല്ലതും ചെയ്തിട്ട് വേണ്ടേ കിട്ടാനായിട്ട്. കാരണം എല്ലാവരും ഞങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കും, എയ്ഡഡ് സ്ഥാപനം കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നതൊന്നും നമുക്ക് തലയിലേറ്റി കൊണ്ടു നടക്കാൻ പറ്റില്ല, അതിനെ എതിർക്കാതിരിക്കാനും പറ്റൂല. ഐക്യം ഉണ്ടായിക്കോട്ടെ എന്നേ, ഐക്യം ഏത് സംഘടനകൾ തമ്മിലുണ്ടായിക്കോട്ടെ, നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ആ ഐക്യം ഉണ്ടാവുമ്പോൾ അത് മറ്റുള്ളവനെ അപരവൽക്കരിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പാടില്ല. മതസംഘടനകൾ ഇതിലൊന്നും ഇടപെടണ്ട. അപ്പോൾ വർഗീയത എന്ന് പറയുന്ന സാധനം ഒരു കൂട്ടം ആൾക്കാർ ആളിക്കത്തിക്കാൻ നോക്കുമ്പോൾ മുഖ്യധാര കക്ഷികൾ ഇത് സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അവിടെ വിടുവായത്തരൊന്നും പറയാൻ പാടില്ല. പോയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കണക്കൊന്നും നോക്കാതെ എന്തെങ്കിലും ഒന്ന് തട്ടിവിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് വരാൻ പോകുന്നത്. നായർ ഈഴവ ഐക്യം സാമൂഹിക രംഗത്തുണ്ടാക്കിയ അസംബന്ധമെന്ന് പുന്നല ശ്രീകുമാർ. ഐക്യത്തിൽ പുതുമയില്ല, ഒരു തരത്തിലുമുള്ള സാമൂഹിക മാറ്റം ഇതുണ്ടാക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഐക്യം, ഇതിന്റെ പരിണാമം കാത്തിരുന്ന് കാണാമെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. അല്ല, നായരീഴവ ഐക്യം അതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം കേരളത്തിൽ ഇതിനു മുൻപ് പലതവണ കാണുകയും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ശൈഥില്യവും അതിൻ്റെ കലഹവുമെല്ലാം കണ്ടതാണ് നമ്മളുടെ നാട്. അത് പുനരാവിഷ്കരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹ്യ ചലനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ ഹിന്ദു സമൂഹത്തിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന പാർശ്വവൽക്കൃതരായിട്ടുള്ള സംവരണീയരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഐക്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാകും അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്
ഇതിൽ കേരളീയ സമൂഹത്തിൽ ഒരു സാമൂഹിക ചലനത്തിന് ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ പുതുമയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സാമൂഹിക രംഗത്ത് വലിയ ചലനങ്ങളൊന്നും ഈ ഐക്യപ്രഖ്യാപനം ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ല, അതൊക്കെ ഇനിയും വരട്ടെ. നമുക്കിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന യോഗത്തിന് ശേഷം ചർച്ചയ്ക്കും മറ്റും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ ഒരു പരിണാമം വരുന്നതേ ഉള്ളൂ. കായംകുളത്ത് നിന്ന് ശോഭാ സുരേന്ദ്രനെ വെട്ടി BDJS. പാർട്ടി മത്സരിക്കുന്ന സീറ്റായ കായംകുളത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരേണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഒരു കാരണവശാലും സീറ്റ് BJPക്ക് വിട്ടു നൽകില്ലെന്നും തുഷാർ പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചുവെന്ന് വ്യക്തമാക്കിയ തുഷാർ മുന്നണി മാറ്റ സാധ്യത തള്ളിക്കളയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം NDAയിലെ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ ഐക്യം എന്നിവയെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകളാണ് തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പങ്കുവച്ചത്. അതിൽ തന്നെ SNDP യോഗം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് ഇപ്പോൾ സാമുദായിക സംഘടനകളുമായി ചർച്ച നടത്താനായി SNDP നിയോഗിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിൽ നിലവിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച്, കുട്ടനാട്ടിൽ നിന്നല്ല കേരളത്തിൽ എവിടെയും നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് താൻ ആലോചിച്ചിട്ടില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. BDJSന്റെ അധ്യക്ഷനായി നിൽക്കുന്നതുകൊണ്ടും മുന്നണിയുടെ ചുമതലകൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തനിക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് തുഷാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കുട്ടനാട്ടിൽ ഇപ്പോൾ മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ മാത്രമാണ്. BJP നേതൃത്വത്തെ, കേന്ദ്ര നേതൃത്വത്തെ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ടെന്നും തുഷാർ പറയുന്നു. ഞാനിവിടെ മത്സരിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ മത്സരിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. ആലപ്പുഴയിലേക്ക് വന്നൂടെ? ഇല്ല, ആലപ്പുഴ ഇവിടെ വരുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ NDAയുടെ 140 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ജയത്തിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യേണ്ട ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി നിന്ന് ബാക്കിയുള്ളവർ മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനത് ഇവിടെ BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുള്ളത് അതിനാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് കായംകുളത്തെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. BJP വലിയ തോതിൽ പ്രചരണം നടത്തുന്നുണ്ട്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. അത് കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിൽ കായംകുളത്ത് മത്സരിക്കണം എന്നുള്ള നിലപാടും അത്തരമൊരു പ്രചരണം അഴിച്ചുവിടുകയും ചെയ്തത്. അത്തരത്തിൽ ശക്തമായ ഒരു പ്രചരണം നടക്കുന്നതിനിടയിലാണ് ആ സാധ്യതകളെ പൂർണ്ണമായി വെട്ടിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. കായംകുളത്തെ സീറ്റ് BDJSന്റേതാണ്. ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. 140 മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ മറ്റെവിടെയെങ്കിലും മത്സരിക്കാം, BDJSന്റെ സീറ്റ് വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് തുഷാർ പറയുന്നത്. കായംകുളത്തെ സീറ്റിനെ സംബന്ധിച്ച് മുന്നണിയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ശോഭ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രനോ മറ്റുള്ളവരോ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തുഷാർ വ്യക്തമാക്കുന്നത്. അതിൽ ചില സൂചനകളുണ്ട്. അതായത് മുന്നണി മര്യാദ എന്നുള്ള രീതിയിൽ BDJSനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അതിന്റെ പരിഭവം തന്നെയാണ് തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BDJS തന്നെ മത്സരിക്കുമെന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും കാരണം ശോഭാ സുരേന്ദ്രൻ 140 നിയോജകമണ്ഡലം മത്സരിക്കാൻ വേണ്ടി ആൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് എങ്ങനെ ഈ പറയുന്ന പാവം പിടിച്ച കായംകുളത്തിൻ്റെ BDJSന്റെ ഇരിക്കുന്ന സീറ്റ് എങ്ങനെ അതും ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിക്കാൻ വേണ്ടി ആലോചിച്ച് പോലും കാണില്ല. ഒരിക്കൽ പോലും എന്നോട് പോലും പറഞ്ഞിട്ടില്ല ആലപ്പുഴ ഈ പറയുന്ന കായംകുളത്ത് മത്സരിക്കണമെന്നോ അങ്ങനെ ആഗ്രഹം പോലും പറഞ്ഞിട്ടില്ല. കായംകുളത്തേക്ക് വന്നാൽ വരത്തില്ല. മുന്നണി എന്നുള്ള രീതിയിൽ ആ സീറ്റ് BDJSന്റെ തന്നെയാണ്. കാര്യത്തിൽ അങ്ങനെ ഇല്ലാതെ ഈ അപ്പുറത്ത് നിൽക്കുന്ന പട്ടിയുടെ തൊടലിൽ പൊട്ടുകയും ചെയ്യും, മറ്റേ കായൽ പറ്റും, ഇപ്പുറത്ത് നിൽക്കുന്ന എന്നെ കടിക്കുന്നു പറയുന്ന പോലെ അത് കായംകുളത്തപ്പോൾ BDJS തന്നെ ഉണ്ടാകും. ഉറപ്പല്ലേ? സംശയം എന്താ? ഉറപ്പാ, ഒരു സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം BDJSന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് വിവിധയിടങ്ങളിൽ നിന്നാണ് ചർച്ചകൾ ഉയർന്നു വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ വ്യക്തമാക്കിയത് BDJSലെ ഒരു വിഭാഗം NDA വിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം പോകണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുറന്നു പറഞ്ഞു. അത്തരത്തിൽ ഒരു മുന്നണി മാറ്റത്തെ സംബന്ധിച്ച ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുഷാർ പറഞ്ഞത് നിലവിൽ NDAയിൽ തൃപ്തനാണ്, പക്ഷേ ഈ അഭിപ്രായം
ഇരുമ്പൊലക്കയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അത് അവരുടെ സാഹചര്യം കണക്കിലെടുത്താണ്. അതുകൊണ്ട് തന്നെ ഇന്നെടുക്കുന്ന തീരുമാനം നാളെ മാറിയേക്കില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ് തുഷാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുന്നണി മാറ്റ സാധ്യതകളെ തുഷാർ വെള്ളാപ്പള്ളി തള്ളുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ആ തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ NDAയുമായി മുന്നോട്ട് പോകുന്നു. നാളെ എങ്ങനെ എന്നാകുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. നാളെ ഒരു കാലത്ത് മാറ്റി ചിന്തിക്കേണ്ടി വന്നാൽ അഭിപ്രായം മാറ്റും എന്നുള്ളതാണ്. അത്തരത്തിൽ തുഷാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തുഷാറിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, ഈ നാളെ ഉണ്ടാകുമോ എന്ന ഉറപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തുഷാർ കൃത്യമായ മറുപടി പറഞ്ഞില്ല. മാത്രമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് സ്വീകരിക്കും എന്നുകൂടി തുഷാർ പറയുമ്പോൾ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് BDJS-നകത്ത് ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഞങ്ങൾക്ക് ഇതിനോട് ഇപ്പോൾ NDAയോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് NDAയോടൊപ്പം നിൽക്കുന്നത്. LDFും UDFും ഞങ്ങൾ ക്ഷണിച്ചതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞങ്ങൾ ശക്തമായി NDAയോടൊപ്പം നിൽക്കുന്നു. ഇനി നാളെ ഒരു കാലഘട്ടത്തിൽ മാറേണ്ട ഒരു ആവശ്യം വന്നാൽ അപ്പം ആലോചിക്കാം. ഇപ്പം ഞങ്ങളുടെ ആലോചനയില്ല. അങ്ങനെ ഉറച്ചു മുന്നോട്ട് അവരുമായി പോകും എന്നുള്ളതിനകത്ത് അത്ര ഉറപ്പുമില്ല. അത് ഈ അഭിപ്രായങ്ങൾ ഏത് സമയത്തും മാറാമല്ലോ. ഇത് അഭിപ്രായമൊന്നും ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ. ഇത് നമുക്ക് ഏത് സമയത്തും വേണമെങ്കിലും മാറാം. എന്തായാലും അത്ര സുഖകരമായല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് SNDP യോഗം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സാമുദായിക സംഘടനകളുമായി എങ്ങനെ മുന്നോട്ട് പോകും, അതോടൊപ്പം തന്നെ കായംകുളത്തെ സീറ്റിനെ സംബന്ധിച്ച് BDJS-ന്റെ വ്യക്തമായ അഭിപ്രായം, മുന്നണി മാറ്റത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരീരഭാഷയിൽ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അകൽച്ച ലീഗിനോട് മാത്രമെന്നും മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടെ പുതിയ സാമുദായിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ലീഗിന്റെ മതരാഷ്ട്രീയം വർദ്ധിച്ചതുകൊണ്ടാണ് സമുദായം പറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വന്നത്. നായാടി മുതൽ നസ്രാണി വരെ എന്നത് പ്രാസമൊപ്പിച്ചു പറഞ്ഞതാണ്. ആര് ഭരിച്ചാലും അവഗണിക്കാൻ പറ്റാത്ത ശക്തിയായി പുതിയ കൂട്ടായ്മ വളരുമെന്നും തുഷാർ ന്യൂസ് 18നോട് പറഞ്ഞു. നസ്രാണിക്കകത്ത് മുസ്ലിമും ഉണ്ടല്ലോ, അതിനെന്താ കുഴപ്പമുള്ള കാര്യം? എല്ലാ വിഭാഗവും ഉണ്ട്. അതിനകത്ത് മുസ്ലിം ലീഗ് മാത്രമാണല്ലോ ഈ അഭിപ്രായം പറയുന്നത്. ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നത് ഒരു പ്രാസം ഒപ്പിച്ച് പറയുന്നത് മാത്രം. അതിനകത്ത് മുസ്ലിമും ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുന്നില്ലെന്ന് മാത്രം. കാര്യം മുസ്ലിം ലീഗ് അവർ സമുദായ പാർട്ടിയാണ്, ഞങ്ങൾ സമുദായമാണെന്ന് പറഞ്ഞിരിക്കുമ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കതില്ല. ഞങ്ങളിവിടെ എല്ലാ സമുദായങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തുല്യതുല്യരായിട്ട് ഒരുമിച്ച് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്തെ സംബന്ധിച്ചോളം ആവശ്യമില്ലാതെ മുസ്ലിം ലീഗ് വളരെ മോശമായിട്ടുള്ള, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജാതി രാഷ്ട്രീയം കളിച്ചതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമുദായം പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നത്. ഞങ്ങളാരും ഈ പറഞ്ഞ ജാതിയാണല്ലോ, സമുദായമാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരല്ലേ ഈ മുഴുവൻ ജാതി മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ രാജ്യത്തെ എല്ലാവർക്കും തുല്യനീതി കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞവരെല്ലാം ജാതി പറഞ്ഞവരും, യഥാർത്ഥ ജാതി പറഞ്ഞവൻ അവരൊരു ജാതിയും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിന്? CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗിലേക്ക്. അഞ്ചൽ സ്വദേശിയായ സുജാ ചന്ദ്രബാബുവാണ് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി സ്ഥാനം രാജിവെച്ച് ലീഗിൽ അംഗമായത്. മതനിരപേക്ഷതയിൽ നിന്ന് CPM വ്യതിചലിച്ചതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സുജാ ചന്ദ്രബാബു ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പാർട്ടിയായി CPM മാറി ഉപാധികളില്ലാതെയാണ് ലീഗിൽ ചേർന്നതെന്നും അവർ പറഞ്ഞു. സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇന്ന് CPMന്റെ ഉയർന്ന മതനിരപേക്ഷതയിൽ ഊന്നി നിന്ന പ്രവർത്തനവുമെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത നാളുകളിലായി അവരുടെ ആ നിലപാടിൽ നിന്നൊന്ന് മാറ്റം വരുത്തിക്കൊണ്ട് വർഗീയത ലീഗിന് മേൽ അടിച്ചേൽപ്പിച്ചും അതോടൊപ്പം സമൂഹത്തെ ഒന്നാകെ കണ്ടുകൊണ്ട് കുറച്ച് വോട്ടിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാവരും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ നിലപാടിനെതിരായിട്ടും അതോടൊപ്പം തന്നെ ചില നേതാക്കളുടെ, നമ്മൾ ആയിഷ പൊറ്റി സൂചിപ്പിച്ചതുപോലെ, നേതാക്കളുടെ ഇന്നത്തെ നിലപാടുകളും ധാർഷ്ട്യവും CPMലെ ചില നേതാക്കളുടെ ഇന്നത്തെ ധാർഷ്ട്യവും അവരുടെ സമീപനവും ഉൾക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതുമാണ് ഇന്ന് ഞാൻ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് വരാൻ തയ്യാറായതും തുടർന്നുള്ള നാളുകളിൽ ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് സ്വമേധയാ ഒരു തീരുമാനം, പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം 2-3 ദിവസങ്ങൾക്കകമാണ് ശില്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ബന്ധപ്പെടുകയും അവരുമായി ഒന്നിച്ചു പോകുന്നതിനുള്ള ഒരു നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് ധരിക്കുന്നത്.
വർഗീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുമായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇന്ന് അവർ മുസ്ലിം ലീഗിനെതിരായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ വേദികളിലൊക്കെ തന്നെ നമ്മൾ പുറമെ മതനിരപേക്ഷത പറയുമെങ്കിലും അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മതനിരപേക്ഷതയിൽ ഊന്നിയോ സന്തുലിതാവസ്ഥയിൽ ഊന്നിയോ ഒന്നും അല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മെമ്പർഷിപ്പ് നൽകി സുജാ ചന്ദ്രബാബുവിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. മുസ്ലിം ലീഗിന്റെ മതേതരത്വവും സമുദായ സൗഹാർദ്ദവും കണ്ടാണ് സുജ പാർട്ടിയിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ തന്നെ ശ്രീമതി സുജാ ചന്ദ്രബാബു അവര് മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് എക്സിക്യൂട്ടീവ് മെമ്പർക്കായി പ്രവർത്തിച്ചിട്ടുള്ള വളരെ സജീവമായ ഇടതുപക്ഷ സഹയാത്രികയായി അവരിപ്പോ അതൊക്കെ മാറ്റിവെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെക്കൻ കേരളത്തില് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, മുസ്ലിം ലീഗിന്റെ സാമൂഹിക സാമർത്ഥ്യത്വം, സാമുദായിക സൗഹാർദ്ദം, മതേതരത്വത്തിന് പുരാതനത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല കേരളത്തില് ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം, അധികാരം ഇവിടെ മാറേണ്ടതുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു വലിയ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് വെച്ചിട്ടുള്ളത്. അവരെ ആഗ്രഹമായിട്ട് അതൊക്കെ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കുന്നത്. 3 തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, കൊല്ലം ജില്ലയിൽ നമുക്കറിയാം ഐഷ പോറ്റിയുടെ ഒരു പോക്ക് കോൺഗ്രസിലേക്കുണ്ടായിരുന്നു. അവിടുത്തെ നഗരസഭയിലടക്കം വലിയ പരാജയം CPM-ന് സംഭവിച്ച പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഇവർ വലിയ സ്വാധീനമുള്ള നേതാവാണെന്ന് മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രജിത്ത്, ഐഷ പോറ്റിക്ക് പിന്നാലെ ഈ സുജാ ചന്ദ്രബാബുവിന്റെ CPM-ൽ നിന്നുള്ള ആ ഒരു മാറ്റവും പാർട്ടിയുടെ കിഴക്കൻ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സുജാ ചന്ദ്രബാബു നമ്മുടെ പുനലൂർ അഞ്ചൽ മേഖലകളിൽ നിർണായക സ്വാധീനമായി പല സമയങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. 3 പ്രാവശ്യം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാവുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാവുകയും മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ സുജാ ചന്ദ്രബാബു ഓരോ കോർണർ യോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ട് വനിതകളെ സംഘടിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഒരു നേതാവായി ഉയരാൻ സാധിച്ചത്. പുനലൂർ ശ്രീനാരായണ കോളേജിലെ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വലിയ സ്വാധീനവും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനവും മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എന്ന നിലയിൽ മഹിളകളുടെ ഇടയിൽ വലിയ സ്വാധീനവുമുണ്ട്. ഈ സ്വാധീനം തന്നെയാകും ഒരുപക്ഷെ മുസ്ലിം ലീഗിലേക്കുള്ള സ്ഥാനമാറ്റം. പുനലൂർ മണ്ഡലം നിലവിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ്. മണ്ഡലം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നെങ്കിലും ഔദ്യോഗിക തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പുനലൂർ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാനും വളരെ സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ഒരു നീക്കം കൂടി ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത മത്സരം പുനലൂരിൽ നടക്കാനും സാധ്യത വളരെ കൂടുതലാണ്. രഞ്ജിത്ത്, ശരി മനോജ്. ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇന്നിപ്പോൾ വാദം നടന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൽ ജാമ്യം വേണമെന്ന ആവശ്യം രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നുമായിരുന്നു വാദം. മറുഭാഗത്ത് രാഹുലിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളുടെ ഗൗരവം കൂടി ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ചില കാര്യങ്ങൾ ധരിപ്പിച്ചത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഡൽഹിക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി. AICC ആസ്ഥാനത്ത് നാളെ നിർണായക കൂടിക്കാഴ്ച നടക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പങ്കെടുക്കുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെയാകും കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് മുതിർന്ന നേതാക്കളുടെ യോഗം ചേരുക. പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രധാനമായി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം ഘടകകക്ഷികൾക്ക് സീറ്റുകൾ
നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. അതേസമയം മഹാപഞ്ചായത്ത് വേദിയിൽ അപമാനിതനായി എന്ന വലിയ പ്രയാസം പങ്കുവച്ച ശശി തരൂർ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയ ശശി തരൂർ നാളത്തെ ഈ യോഗത്തിൽ, രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ശശി തരൂർ കടുത്ത അതൃപ്തിയിലാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തരൂരിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു മറുപടിയല്ല തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഒരുപക്ഷെ ശശി തരൂരുമായി വീണ്ടും ഉണ്ടായേക്കാം. തരൂരിനെ കൂടി നാളത്തെ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ തരൂർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാളെ ചേരുക. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം മുഖ്യമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. മൈക്രോബയോം ഗവേഷണങ്ങൾ ഒറ്റക്കുടക്കീഴിലെത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണ് കഴക്കൂട്ടം ഇൻഫ്രാ പാർക്കിൽ ആരംഭിക്കുന്നത്. മൈക്രോബയോളജി, മോളിക്യുലാർ ബയോളജി ലാബോറട്ടറികൾ, ആനിമൽ സെൽ കൾച്ചർ സൗകര്യങ്ങൾ, ഇൻക്യുബേഷൻ സ്പേസുകൾ, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ, പരിശീലന സെമിനാർ ഹാളുകളും ഇവിടെ സജ്ജമാണ്. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സൂക്ഷ്മാണുവിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,145, പവന് 1,13,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 1,10,000, ഗ്രാമിന് 11,700, പവന് 93,600. വെള്ളി ഗ്രാമിന് 325, കിലോയ്ക്ക് 3,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവ് ആണ്. ശ്രീജ ശ്യാം ചേരും.